സ്നേഹം ഫ്ലൈ വെൽനസ് ഗ്ലോബൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര്. 2025 നവംബർ 1 ഇന്ത്യയിൽ ആരംഭിക്കുകയും 3 മാസത്തിനകം തന്നെ 7ഓളം രാജ്യങ്ങളിലേക്ക് അതാത് രാജ്യങ്ങളുടെ സർട്ടിഫിക്കറ്റോടുകൂടി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഒരു ഇന്റർനാഷണൽ കമ്പനിയാണിത്. നമുക്ക് അറിയാം, നമ്മുടെ കമ്പനി മറ്റു കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിൻ്റെ അതിമനോഹരമായ 2 വ്യത്യസ്തമായ പ്രോഡക്റ്റുകളിലൂടെയും അതുപോലെ തന്നെ അമേസിംഗ് ആയിട്ടുള്ള അതിൻ്റെ ബിസിനസ് പ്ലാനിലൂടെയുമാണ്. ഫ്ലൈ വൺ എന്ന ഒരു പ്രോഡക്റ്റും അതുപോലെ ന്യൂക്ലിയോവിറ്റ എന്ന് പറയുന്ന മറ്റൊരു പ്രോഡക്റ്റുമാണ് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾക്കുള്ളത്. ഈ വളരെയധികം റിസൾട്ടുകൾ ഓരോ മനുഷ്യനും അവരവരുടെ ജീവിതത്തിൽ വളരെ വലിയ റിസൾട്ടുകൾ കൊണ്ടുവന്ന പ്രോഡക്റ്റുകളാണിത്. ഇത് അത്ഭുതകരമായ നമ്മൾ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പ്രോഡക്റ്റുകളുടെ ഉപയോഗവും നിർമ്മാണവും ഒക്കെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ ഇൻകം പ്ലാൻ ആണ് മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത്. അമേസിംഗ് ആണ്. നമ്മൾക്ക് മറ്റൊരു കമ്പനിയുമായിട്ടും താരതമ്യം ചെയ്യാൻ പറ്റാത്തത്ര വലിയ ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് അത്. നമുക്ക് പറയാം, നമ്മൾ ഓരോരുത്തരും എത്തിപ്പെട്ടിട്ടുള്ളത് അത്രയും അത്ഭുതാവഹമായ ഒരുപാട് ഇൻകം നമുക്ക് കൊണ്ടുവരുന്ന ആ വലിയ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലാണ്. അപ്പൊ ഇതിന്റെ അനന്ത സാധ്യതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാനാണ് നമ്മൾ ഇന്ന് ഈ സൂം മീറ്റിംഗിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നത്. നമ്മൾക്ക് വെൽക്കം ചെയ്യാം. ആദ്യമായി നമ്മളുടെ പ്രോഡക്റ്റ്, അമേസിംഗ് ആയ പ്രോഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മജീദ് വൈദ്യറാണ്, ഫ്രം മലപ്പുറം. അദ്ദേഹം വളരെ വർഷങ്ങളായി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പരിചയ സമ്പന്നനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പഠന മികവിലൂടെ നമ്മൾക്ക് ശാസ്ത്രീയമായി നമ്മുടെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ള അറിവുകൾ നമുക്ക് സമ്പാദിക്കാം. അതിനുവേണ്ടി നമ്മൾക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം മജീദ് വൈദ്യർ. നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മളിന്ന് ടീച്ചറും പറയണ്ടായി നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രത്യേകതയെ കുറിച്ച്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് വളരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ദീർഘകാലമായി ദീർഘായുസ്സോടെ ജീവിക്കണം എന്ന് തന്നെയാണ്. എന്നാൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ട്. അതായത് നമുക്ക് നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണമെങ്കിൽ നല്ല സംശുദ്ധമായ പോഷകാഹാരത്തിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് നല്ല പോഷകാഹാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ ആവശ്യകതയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ കുറഞ്ഞ വാക്കുകളിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതശൈലി അതുപോലെ തന്നെ മറ്റു ഭക്ഷണ സംസ്കാരവും നമ്മെ ആരോഗ്യം ഉണ്ടാക്കുന്നതിന് പകരം രോഗാവസ്ഥയിലേക്ക് തള്ളി നീക്കുന്നതിന് ഉതകുന്ന രൂപത്തിലാണുള്ളത്. നമുക്കറിയാലോ, പല മാരകമായ രോഗങ്ങളും പ്രധാന കാരണം ഇന്ന് പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് പോഷകാഹാരങ്ങളുടെ അപര്യാപ്തിയാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. കഴിക്കുന്ന ആഹാരം ശരീരത്തിന് ആവശ്യമായ ഊർജം, വളർച്ച, അതേപോലെ സംരക്ഷണം, അതുപോലെ തന്നെ പ്രതിരോധ ശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ രീതിയിലായിരിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പലപ്പോഴും നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആയുസ്സിനെയും ഹനിക്കുന്ന രൂപത്തിലേക്കായി മാറിയിരിക്കുന്നത്. സാധാരണ നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തിൽ ആവശ്യമായിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, വിറ്റാമിനുകൾ, മിനറലുകൾ, അതുപോലെ തന്നെ ശുദ്ധജലം എന്നിവയാണ്. ഇതിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. നമ്മുടെ പല ഭക്ഷണങ്ങളും കാർബോഹൈഡ്രേറ്റാണ് നമുക്ക് നമ്മൾക്ക് ആവശ്യത്തിലധികം കിട്ടുന്നുണ്ട്. വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട്, സംശുദ്ധമാവണമെന്നില്ല, എങ്കിൽ പോലും നമുക്ക് വെള്ളവും ലഭിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിനുകൾ, മിനറൽസ്, പ്രോട്ടീൻ, ഫാറ്റ്
ഇത്തരം കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ഇന്നത്തെ ഭക്ഷണ രീതിയിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. നമുക്ക് ഇത്തരം ഒരു പോഷകാഹാരം ലഭിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ വൈറ്റമിനുകളും മിനറൽസും മറ്റുള്ള ആവശ്യമായിട്ടുള്ള നമ്മൾ ചേരുവകൾ ലഭിക്കാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ക്ഷീണം ഉണ്ടാവാം, അതേപോലെ ദുർബലത, അതുപോലെ രക്തസമ്മർദ്ദം, ഹൃദയം, കിഡ്നി, ലിവർ, നമ്മുടെ ശ്വാസകോശം മുതലായവ രോഗാവസ്ഥയിലേക്ക് എത്തുന്നതിന് കാരണമാവും. നമുക്കറിയാലോ, പലപ്പോഴും ഉണ്ടാകുന്ന പല സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സാധാ ചികിത്സയിൽ അപ്പുറം വിപുലമായുള്ള ഒരു പരിശോധനയിലൂടെ നമുക്ക് രോഗം ചികിത്സിക്കുമ്പോൾ വലിയ നല്ല നല്ല ഡോക്ടേഴ്സ് പലപ്പോഴും ഉപയോഗിക്കുന്നത് നല്ല വിറ്റാമിനുകളും അതുപോലെ മിനറൽസും അടങ്ങിയിട്ടുള്ള നല്ല നല്ല ഔഷധങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ രീതികളാണ്. ഇന്ന് നമുക്ക് കിട്ടാതെ പോകുന്ന ഒരു സംഭവം, അത് ശരിയായ പോഷണം ഭക്ഷണത്തിന് ലഭ്യമാകാതെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ മാരക രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതിനേക പരിഹാരമായിട്ടുള്ളത് നല്ല ന്യൂട്രീഷൻസ് സപ്ലിമെന്റുകൾ കഴിക്കുന്നത് മാത്രമാണ്. എന്നാൽ ഈ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന്റെയും ഔഷധത്തിന്റെയും ഗുണങ്ങൾ ഒരുമിച്ച് നൽകുന്ന ഒന്നാണ് ഈ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയാം. അത് ഹാനികരമായ രാസവസ്തുക്കൾ കൂടാതെയോ അല്ലെങ്കിൽ വിശ്വാസയോഗ്യവും ആയിട്ടുള്ള ഒന്നായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന പലതും നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ ചെറിയ ഒരു ബിസിനസിന് വേണ്ടി മാത്രം തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന പല ഔഷധങ്ങളും നമുക്ക് കാണാവുന്നുണ്ട്. അതുപോലെ തന്നെ റിസൾട്ടുകൾ വേണം. അത് കഴിച്ചിട്ട് നല്ല റിസൾട്ടുകൾ ഉള്ളത് ഔഷധങ്ങളും ആയിരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് നാം ഭാഗ്യവാന്മാരാണ്. നമുക്ക് നേരത്തെ ജെന്നി ടീച്ചർ സൂചിപ്പിച്ച കമ്പനി പ്ലേ വെൽനസ് ഗ്ലോബൽ എന്ന കമ്പനി നമുക്ക് വളരെയേറെ വിശ്വാസയോഗ്യമായ, അതോടൊപ്പം തന്നെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് 2-3 മാസം കൊണ്ട് തന്നെ ഒട്ടേറെ മിറക്കിളായിട്ടുള്ള റിസൾട്ടുകൾ കാണിച്ചെന്ന 2 പ്രൊഡക്റ്റുകളാണ് കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്ലേ വെൽനസ് ഗ്ലോബലിന്റെ 2 ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള 2 ഔഷധങ്ങൾ വളരെ മിറക്കിളാണെന്ന് പറയാം. അതിന്റെ റിസൾട്ടുകൾ നമ്മൾ പല ആളുകളും അത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കണ്ടിട്ടുണ്ട്. അതിലൊന്ന് ഫ്ലൈവൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പൗഡർ രൂപത്തിലുള്ള ഒരു ഔഷധമാണ്. മറ്റൊന്ന് ന്യൂക്ലിയോവിറ്റ പ്ലസ് എന്ന പേരിലുള്ള ഗുളിക രൂപത്തിലുള്ള. നമ്മൾ ഈ ഫ്ലൈവണിനെ കുറിച്ച് പറയുമ്പോൾ ലോക വിപണിയിൽ തന്നെ മികച്ച 29ഓളം ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. അതായത് ചെടികളിൽ നിന്നും അതുപോലെ തന്നെ അതിന്റെ ഫലങ്ങളിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുള്ള 29ഓളം ഔഷധങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പൗഡറാണുള്ളത്. ഇത് കഴിക്കേണ്ടത് മറ്റു ഔഷധങ്ങൾ സാധാരണ കഴിക്കുമ്പോൾ വയറിലേക്ക് കഴിക്കുന്നതിന് പകരം നാവിന് അടിയിൽ ഇട്ട് വെച്ചിട്ട് അത് അരിഞ്ഞു പോകുന്ന സമയം നാവിന്റെ അടിയിൽ ആ പൗഡർ ഒരു പാക്ക് വെറും വയറ്റിൽ കഴിക്കുകയാണ് വേണ്ടത്. ഭക്ഷണത്തിന് മുമ്പാണ് നമ്മൾ കഴിക്കേണ്ടത്. അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നേരെ അത് നമ്മളെ ഉമിനീരിൽ കലർന്ന് ശരീരത്തിന്റെ നമ്മുടെ രക്തത്തിലേക്ക് കലരുന്ന രൂപത്തിലാണ് അതിന്റെ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉണ്ടാകുന്ന റിസൾട്ടിന് അപ്പുറം വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ സാധ്യതയില്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതില് പ്രധാനമായും നേരത്തെ പറഞ്ഞു 29ഓളം ഔഷധങ്ങൾ ചേർന്നിട്ടുണ്ടോ ഇൻഗ്രീഡിയൻസ് ഉണ്ട് പറഞ്ഞു. അത് കോഡിസെപ്സ് മഷ്റൂം ഒരു പ്രത്യേക കൂണാണ്. ഇതെല്ലാം തന്നെ വളരെ വില കൂടിയതും ഒരുപാട് എല്ലാ രാജ്യങ്ങളും ലഭ്യമല്ലാത്തതുമായ കുറെ ഔഷധങ്ങളുള്ളത്. അതുപോലെ ജിൻസങ്, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, ഗ്രീൻ ആപ്പിൾ എക്സ്ട്രാക്ട്, അസൈബറി, ബോൾഫ്ബെറി, ടെർമറിക്, ബ്രോക്കോളി, ആപ്പിൾ ഫ്രൂട്ട് ജ്യൂസ് എന്നിവ. അതിന് പുറമെ എല്ലാതരം മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ വൈറ്റമിൻസും എന്ന് പറയാം. വിറ്റാമിൻ എ, B12, B3, B6, B7, B9, B12, വൈറ്റമിൻ സി, അതുപോലെ തന്നെ വൈറ്റമിൻ D3 തുടങ്ങിയ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ വിറ്റാമിൻസുകളും അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ്, കാൽസ്യം, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. പുറമെ സോർബിറ്റോള്, TCP, IMO, FAS തുടങ്ങിയിട്ടുള്ള ഘടകങ്ങളുമാണുള്ളത്. ഇത് നമുക്ക് നാച്ചുറലായിട്ട് മധുരം നൽകുന്നതിനും അതോടൊപ്പം തന്നെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള
ഇതാണ് ഘടകങ്ങൾ. അപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞില്ലേ, സോർബിറ്റോൾ മുതൽ എഫേഴ്സ് വരെ ഉള്ളത്. ഇത് നമുക്ക് പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഒരു സംക്ഷിപ്ത രൂപം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ കോഡിസെപ്സ്, ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട്, അസൈബറി മുതലായവ ശക്തമായ ആന്റി ഓക്സിഡന്റുകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന്, രക്തോട്ടം നന്നാക്കുന്നതിനും, അതുപോലെ തന്നെ നമ്മളെ സ്കിന്ന്, ലൈംഗികാരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും മികച്ച രോഗപ്രതിരോധ ശേഷി നൽകുകയും ചെയ്യുന്നു ഈ ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ എക്സ്ട്രാക്ട്, ആപ്പിൾ ജ്യൂസ് എന്നിവ നല്ല ഫൈബർ അടങ്ങിയതിനാൽ ദഹനം മെച്ചപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഇവയും നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റിനെ കുറിച്ച് നമുക്കറിയാലോ, മാരക രോഗങ്ങൾ വരാതിരിക്കാനും വന്നവ മാറുന്നതിനും ഉപയോഗപ്പെടുത്തുന്ന ഒന്നാണ് ആന്റി ഓക്സിഡന്റ്. അതോടൊപ്പം തന്നെ മഞ്ഞൾ, വോൾബറി എന്ന് പറയുമ്പോൾ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും അധികം മെച്ചപ്പെടുത്തുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നു, നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. മഞ്ഞള് നല്ല വേദന സംഹാരിയും മികച്ച ആന്റി ഓക്സിഡന്റ് ആണ്. വാതരോഗങ്ങളും അതുപോലെ തന്നെ കരൾ രോഗങ്ങളും ശമനം ഉണ്ടാക്കുന്നു. അതുപോലെ കരളിന്റെയും അതുപോലെ തന്നെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നതിനും മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ബ്രോക്കോളി ക്യാൻസറിനെ ചെറുക്കാനും വിഷമാലിന്യങ്ങളെ പുറന്തള്ളാനും സഹായിക്കുന്നു. മറ്റുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശേഷി കൂട്ടുന്നതിന്, അപ്പം അതിൻ്റെ ഒപ്പം ബ്രോക്കോളി കഴിക്കുമ്പോൾ ഈ മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും. ഇത്രയും ഔഷധങ്ങളാണ് ഉള്ളത്. അതിന് പുറമെ വിറ്റാമിൻ എ, നേരത്തെ പറഞ്ഞു, വൈറ്റമിൻ എ, B2, B3, B6, B7, B9, B12, വിറ്റാമിൻ സി, D3 ഇത്രയും വിറ്റാമിനുകൾ പൊതുവായി പറയുമ്പോൾ ഓരോന്നും വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. പൊതുവെ പറയുമ്പോൾ എന്താ വെച്ചാല് നമ്മൾ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു, അതുപോലെ തന്നെ മെറ്റബോളിസം നന്നാക്കി എടുക്കുന്നു, പിന്നെ കണ്ണ്, തൊലി, ബ്രെയിന്, ഹാർട്ട്, മസിലുകള്, നെർവസ് സിസ്റ്റം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രമേഹം മാറ്റുന്നതിനും പ്രമേഹത്തിന് ചികിത്സക്ക് സഹായിക്കുന്നു, പ്രമേഹം മാറാൻ സഹായിക്കുന്നതിനും മൈഗ്രെയിൻ എന്നിവക്കും ശമനം നൽകുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, കാൽസ്യം, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ മിനറൽസ് എല്ല്, മസില് എന്നിവ ശക്തിപ്പെടുത്തുന്നു. മുറിവുകൾ ഉണങ്ങുന്നതിന്, പെട്ടെന്ന് മുറിവ് ഉണക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ഇടയ്ക്ക് കേട്ട സംഭവമാണ് ഈ നമ്മുടെ മമ്മൂട്ടി, സിനിമാ നടൻ മമ്മൂട്ടി പറയും, കുറെ കാലമാണ് എനിക്ക് രുചിയും വാസനയും അറിഞ്ഞിരുന്നില്ല. അപ്പൊ രുചിയും വാസനയും അറിയുന്നതിന് ഇത്തരം അസ്വസ്ഥതകൾ മാറ്റിയെടുക്കുന്നതിന്, രോഗം മാറ്റിയെടുക്കുന്നതിന് ഈ മിനറൽസ് ഉപയോഗപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ വീക്കം, ഇൻഫ്ലമേഷൻസ്, പിന്നെ ലൈംഗിക ക്ഷീണം, പ്രോസ്റ്റേറ്റ് വീക്കം എന്നിവ ശമിപ്പിക്കാനും നമ്മൾ ഈ മിനറൽസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഏകദേശം 20 ഗുണങ്ങളാണ് നമ്മളെ ന്യൂക്ലിയോവിറ്റ പ്ലസ് ക്യാപ്സൂളിനുള്ളത്. ഇതേ ഘടകങ്ങളാണുള്ളത്. രണ്ടും വ്യത്യാസം വെച്ചാൽ പിന്നെ ഏതൊരു രീതിയിലുള്ള രോഗികൾക്കും നൽകാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഫ്ലൈവൺ. അതിൽ ശരിക്കും വെള്ളം ഇറക്കാൻ പോലും സാധിക്കാത്ത ഒരു പേഷ്യന്റിന് പോലും നാവിന്റെ അടിയിൽ ഇട്ട് കൊടുത്താൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണമായ ഗുണങ്ങൾ ശരീരത്തിലേക്ക്, അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് കിട്ടുന്നതിന് നമ്മളെ ഫ്ലൈവൺ ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ ന്യൂക്ലിയോവിറ്റ പ്ലസ് ക്യാപ്സൂള് 600ഓളം ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ളതാണ്. അത് ഇന്ത്യയിൽ തന്നെ അൽക്കലൈൻ ക്യാപ്സൂൾ ഒരു പക്ഷേ കിട്ടാം, പക്ഷെ ഇതുപോലുള്ള അൽക്കലൈൻ ന്യൂക്ലിയസ് ക്യാപ്സൂളാണ് നമ്മുടെ ഇതിലൊരു പാക്ക് 60 ഗുളിക ഉണ്ടാവുക. രാവിലെയും വൈകുന്നേരം രാത്രിയും ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. അത് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച പച്ചക്കറികളും പഴവർഗ്ഗങ്ങളിൽ നിന്നുമാണ് അതിന്റെ നിർമ്മാണം. ഇതുകൊണ്ട് ലഭിക്കുന്ന ഗുണമെന്ന് പറഞ്ഞാല് ഈ മൊത്തത്തിൽ നേരത്തെ ഈ പച്ചക്കറികളും കഴിക്കുമ്പോണ്ടാകുന്ന ഒരുപാട് നമ്മുടെ ശരീരത്തെ ആൽക്കലൈനാക്കി മാറ്റും. ആൽക്കലൈൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് വരും. ഇതിന് പുറമെ വൈറ്റമിൻ എ, നേരത്തെ പറഞ്ഞ ഏകദേശം എല്ലാം ചില കാര്യങ്ങൾ അധികമുണ്ട്. ചില വൈറ്റമിൻസ് പിന്നെ ഫ്ലൈവണിലെ അധികം ഇതിലുണ്ട്. വൈറ്റമിൻ എ, B1, B2, B3, B6, B12, അതുപോലെ B6, B7, B9, പിന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, നേരത്തെ ഇതില്ലാത്തതാണ് വൈറ്റമിൻ ഇയും, അതുപോലെ തന്നെ വൈറ്റമിൻ കെയും, അതുപോലെ തന്നെ വൈറ്റമിൻ 9 ഫോളിക് ആസിഡ് ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാൽസ്യം, ക്രോമിയം, കോപ്പർ, അയോഡിൻ, അയേൺ, മഗ്നീഷ്യം, മാംഗനീസ്, പൊട്ടാസ്യം, സെലിനിയം, സോഡിയം, സിങ്ക്, ബോറോൺ എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പിന്നെ ഇതിലുള്ള
പിന്നെ മിനറൽസ് നേരത്തെ പറഞ്ഞതിലോ അപ്പുറം കുറെ മിനറൽസ് നമ്മളെ ന്യൂക്ലിയോറ്റൽ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഉൾക്കൊള്ളിച്ച് വരുമ്പോൾ ഇതിന്റെ ശരീരത്തിന് ഗുണകരമായി വരുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ശരീരത്തിൽ വിറ്റാമിൻ മിനറൽസ് കുറവിന് ഇതിന്റെ ഗുണങ്ങൾ പലപ്പോഴും വൈറ്റമിൻ കുറവുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ മിനറൽസ് കുറവായിരിക്കും. അത്തരം ആളുകളുടെ കുറവ് പരിഹരിക്കുന്നു. അതോടൊപ്പം തന്നെ pH ലെവൽ മെച്ചപ്പെടും, കണ്ണിന്റെ ആരോഗ്യം, അതേപോലെ ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടും. നാഡികള്, എല്ല്, പല്ല്, ഹൃദയം, മുടി, നഖം എന്നിവ അതിന്റെ പ്രവർത്തനം, അതായത് പലപ്പോഴും നഖം പൊട്ടിപ്പോവുക, അതായത് മുടി അകാല നിര, മുടി കൊഴിച്ചിലൊക്കെ തടയും. കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ആയി മാറാൻ സഹായിക്കുന്നു, മെറ്റബോളിസം മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കാൽസ്യം ആഗിരണം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഹോർമോണിന് ആവശ്യമായ ഹോർമോണുകൾ ശരീരത്തിൽ നിർമ്മാണം ത്വരിതപ്പെടുത്തുന്നു, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുക. അതുപോലെ ശക്തമായ ആന്റി ഓക്സിഡന്റ്, ഇതിൽ ഏകദേശം എല്ലാം തന്നെ നല്ല ആന്റി ഓക്സിഡന്റാണ്. അപ്പൊ നമുക്ക് ഒരുപാട് പ്രതിരോധ ശേഷി കൂടുമ്പോൾ അതോടൊപ്പം തന്നെ പല മാരക രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുകയും വന്നവ ശമനം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുറിവുകളുടെ എളുപ്പം ഭേദമാകാൻ ഉപയോഗിക്കും. നമ്മളെ മുറിവുകളുടെ മാറാത്ത മുറിവുകൾക്ക് ഭേദമാകാൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. രക്തനിർമ്മാണം, അതുപോലെ തന്നെ മസ്തിഷ്ക പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നാഡികളും രക്തത്തിന് ആവശ്യമായ വൈറ്റമിൻസ്, ശരീരത്തിലെ ആവശ്യമായ വൈറ്റമിൻസുകൾ വിതരണം ചെയ്യാൻ നമ്മുടെ ഈ ഔഷധത്തിന് സാധിക്കുന്നുണ്ട്. പുതിയ കോശങ്ങൾ നിർമ്മാണം നടക്കും. അതുപോലെ തന്നെ ഇപ്പം പല രോഗങ്ങളും വരുമ്പോൾ കോശങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മൾ പുതിയ കോശങ്ങൾ നിർമ്മാണം നടക്കുന്നു. അതുപോലെ ആവശ്യത്തിന് രക്തം കട്ട പിടിക്കേണ്ടതുണ്ട്. രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ചേരുവകൾ ഇതിലുണ്ട്. അതെങ്ങനെ രക്തസ്രാവം പോലെ അല്ലെങ്കിൽ നമ്മളെ ഇന്നർ ബ്ലീഡിങ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ. അതുപോലെ തന്നെ രക്തം കട്ട പിടിക്കാൻ രക്തം പോയിക്കൊണ്ടിരിക്കാൻ പാടില്ലല്ലോ. അതിന് പരിഹാരം എന്ന രീതിയിൽ രക്തം കട്ട പിടിപ്പിക്കാനുള്ള ഔഷധങ്ങളുണ്ട്. അതുപോലെ കാൽസ്യം ശരിയായ രൂപത്തിൽ ശരിയായ സ്ഥലത്തേക്ക് കാൽസ്യം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം നമ്മളെ ഇത് ന്യൂക്ലിയോവിറ്റ കഴിക്കുന്നതോടുകൂടി ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിന് എല്ലാ മർമ്മപ്രധാനമായ ജോലികളും ചെയ്യുന്നതിന് നമ്മളെ ഈ ന്യൂക്ലിയോവിറ്റ ഉപയോഗപ്പെടുന്നു. അതുപോലെ ഇത് നേരത്തെ പറഞ്ഞു വൈറ്റമിൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ കാൽസ്യം, ക്രോമിയം, കോപ്പർ, അയഡിൻ, അയേൺ, മാഗ്നീഷ്യം, മാംഗനീസ്, പൊട്ടാസ്യം, സെലീനിയം, സോഡിയം, സിങ്ക്, ബോറോൺ തുടങ്ങിയ മിനറൽസ് ആണുള്ളത്. ഇത് പറയുമ്പോൾ നമ്മുടെ എല്ല്, പല്ല്, പേശികള്, ഹൃദയം, അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, പിന്നെ ബ്ലഡ് ഷുഗറിനെ നിയന്ത്രിക്കാൻ ഇവയൊക്കെ പ്രവർത്തനത്തിനെ മെച്ചപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കൂടുന്നു. ഹൃദയം, നാഡികൾ ശരിയായി പ്രവർത്തിക്കുന്നതിന്, ശരീരത്തിലെ വെള്ളം, അതുപോലെ തന്നെ നമുക്കറിയാലോ സോഡിയം കുറവിന്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പൊ നമ്മളിതിൽ ആവശ്യത്തിന് സോഡിയം ഉള്ളതുകൊണ്ട് ശരീരത്തിലെ വെള്ളം, ഉപ്പ് നിയന്ത്രണം, അതായത് ബാലൻസിങ് നടക്കും. നേരത്തെ പറഞ്ഞു മുറിവുണക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിറ്റാമിനിന്റെയും മിനറൽസിന്റെയും നേരത്തെ പറഞ്ഞതാണ് കുറവ് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ ആയതുകൊണ്ട് തന്നെ പല മാരക രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനും വരാതിരിക്കാനും പ്രതിരോധം നടത്തുന്നതിനും ഒപ്പം തന്നെ ശമനവും ലഭിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ക്ഷീണം അകറ്റും. നല്ല ക്ഷീണമുള്ള ആളുകൾ പെട്ടെന്ന് ക്ഷീണത്തിന് മാറ്റമുള്ളതായിട്ട് നമുക്ക് അനുഭവത്തിലുണ്ട്. ദഹനാരോഗ്യം മെച്ചപ്പെടും. കുടല്, അതുപോലെ തന്നെ നമ്മൾ കുടൽ പുണ്ണ്, അതുപോലെ തന്നെ വായൽ പുണ്ണ് എന്നിവ നമുക്ക് പെട്ടെന്ന് അസുഖം ഭേദമാതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. വൃക്കയിലെ കല്ലുകൾ നീക്കം ചെയ്യാനും അതുപോലെ വൃക്ക രോഗങ്ങൾ വരാതിരിക്കാനും ഇത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ വൃക്കത്തും മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. അതുപോലെ കൊളസ്ട്രോള്, BP നിയന്ത്രണ വിധേയമാവും. അതോടൊപ്പം തന്നെ ഹൃദയ രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളിൽ നിന്നും പ്രതിരോധം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ആന്തരിക പ്രധാന മറ്റൊന്നാണ് നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾ, പ്രത്യേകിച്ച് ആസ്തമ, ബ്രോങ്കൈറ്റിസ് മുതലായവന്ന് നമുക്ക് രോഗപ്രതിരോധ ശേഷി നേടും. അതോടൊപ്പം തന്നെ രോഗം ശമിക്കാനും ഉപകാരപ്പെടും. മറ്റൊന്ന് നമ്മളെ അസ്ഥി സന്ധി രോഗങ്ങളിൽ, വാതരോഗങ്ങളിലൊക്കെ അപ്പൊ മഞ്ഞൾ പോലുള്ള വസ്തുക്കളുള്ളതുകൊണ്ട് നല്ല ആന്റി ഓക്സിഡന്റുകളാണ്. പ്രത്യേകിച്ചും ഇത്തരം രോഗങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമുക്ക് നമ്മളെ സംരക്ഷിക്കും. നമ്മുടെ ന്യൂക്ലിയോവിറ്റ സംരക്ഷിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ കരൾ രോഗങ്ങൾ, പ്രത്യേകിച്ച് ഫാറ്റി ലിവർ,
പോലെയുള്ള രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. വിഷാംശങ്ങൾ പുറത്ത് തള്ളാനും ഇത് ഉപകാരപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി. അപ്പൊ ഒരു പക്ഷേ തലച്ചോറിന്റെ പ്രവർത്തനം വരുമ്പോൾ ഈ നമ്മുടെ അപസ്മാരം പോലുള്ള രോഗങ്ങൾക്ക് പോലും ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള നമ്മളെ ന്യൂക്ലിയോവേറ്റ് ഒക്കെ സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നമ്മൾ സമ്മർദ്ദം, ഇപ്പം അനങ്ങിയ സമ്മർദ്ദമാണല്ലോ, അപ്പൊ നമ്മൾ കോർട്ടിസോണിന്റെ നിയന്ത്രണ വിധേയമാക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടെൻഷൻ രക്ഷപ്പെടാൻ സാധ്യമാണ്. അതുപോലെ തന്നെ മുടികൊഴിച്ചില്, അകാല നര, ഇവക്ക് നേരത്തെ പറഞ്ഞതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തില് pH ബാലൻസ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് pH ബാലൻസ്. അൽക്കലൈൻ ആസിഡ് അൽക്കലൈൻ ബാലൻസ് ചെയ്യുന്നതിന് അതുപോലെ തന്നെ ഗ്ലൂക്കോസ് നിയന്ത്രണം വരുത്തുന്നതാണ് നമുക്ക് പ്രമേഹത്തിന് മെച്ചപ്പെടാനുള്ള പ്രധാന കാരണം. അൽക്കലൈൻ ബാലൻസിലാവുമ്പോൾ നമ്മുടെ പ്രമേഹം മാത്രമല്ല, ക്യാൻസർ സെല്ലുകൾ പോലും നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ ആസിഡ് കൂടുതലുള്ള ശരീരത്തിലാണ് ഈ നമുക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ അണുക്കൾ സെല്ലുകൾ വളരുകയുള്ളൂ. അപ്പൊ നമ്മുടെ ശരീരം ആൽക്കലൈൻ ആയി കഴിയുമ്പോൾ, ആൽക്കലൈൻ ബേസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബാലൻസ് വരുമ്പോൾ നമുക്ക് ഒരുവിധ എല്ലാ രോഗങ്ങളിൽ നിന്നും ശരീരത്തെ സംരക്ഷിച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീ രോഗങ്ങൾക്ക് വളരെ മുമ്പേ നമ്മുടെ ഫ്ലൈവൺ ഒരുപാട് റിസൾട്ടുകൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീ രോഗങ്ങൾക്ക് പ്രത്യേകിച്ചും PCOD, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്ക് വളരെയേറെ ഗുണകരമാവാൻ ഈ പ്രൊഡക്റ്റ് ഉപകരിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു പോഷകാഹാര പിന്തുണയായിട്ട് നമുക്ക് ന്യൂക്ലിയോവിറ്റ പ്ലസ് അതുപോലെ തന്നെ ഫ്ലൈവണും നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇതിനൊക്കെ പുറമെ സാധാരണ ലൈംഗികാരോഗ്യത്തിന് ഏറ്റവും കൂടുതലായിട്ട് പുരുഷന്മാരിലുള്ള ഉദാഹരണശേഷി കുറവ്, അതുപോലെ മറ്റുള്ള ലൈംഗിക ആരോഗ്യ കുറവിനെ പരിഹരിക്കുന്നതിന് നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. സമയം പരിമിതമായതുകൊണ്ട് ഞാൻ തൽക്കാലം ചുരുക്കിയാണ്. ജയ് ഫ്ലിൻസ്, ജയ്. താങ്ക് യു സർ. നമുക്കറിയാം, നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് എ ഫുഡ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഒരിക്കലും ഒരു ഭക്ഷണത്തിന് പകരമല്ല. അത് എന്താണ്, ഭക്ഷണത്തിനോടൊപ്പം കഴിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഫുഡ് സപ്ലിമെന്റ് എന്ന് പറയുന്നത്, അല്ലെ? ഇതൊരിക്കലും ഒരു മെഡിസിൻ അല്ല, ഒരു ഔഷധമല്ല. നമുക്കറിയാം, ഔഷധം നൽകാൻ നമ്മള് കമ്പനി അതല്ല. നമ്മുടെ ഒരു ഫുഡ് സപ്ലിമെന്റ് സെല്ലുലാർ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് തീർച്ചയായും ഭക്ഷണത്തോടൊപ്പം കഴിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ ഒന്ന് അടിവരയിട്ട് പറയുകയാണ്. ഇതുപോലെ തന്നെ വളരെ കൃത്യമായി നമ്മുടെ മജീദ് വൈദ്യർ ഓരോ പ്രോഡക്റ്റിനെ പറ്റി വിശദമാക്കി തന്നിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കമ്പനിയുടെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ബിസിനസ് പ്ലാനാണ് നമ്മൾക്ക് അടുത്ത് കേൾക്കേണ്ടത്. നമ്മൾ വളരെ പ്രതീക്ഷയോടെ, വളരെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരു ഏരിയയാണ് ഇത്. തീർച്ചയായും ഇത് പറയാൻ നമ്മുടെ മുമ്പിൽ എത്തുന്നത് സയ്യിദ് ഫലാഹി സാറാണ്, ഫ്രം നാദാപുരം. അദ്ദേഹം വളരെ ശാസ്ത്രീയമായിട്ട്, വളരെ വ്യക്തമായി നമുക്ക് എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏറ്റവും ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളുടെ സാമ്പത്തിക മേഖല തന്നെയാണ് ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അത് നേടിയെടുക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നത് വളരെ ശാസ്ത്രീയമായി അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തരും. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സയ്യിദ് സർ. താങ്ക് യു ജെന്നി ടീച്ചർ. ഞാൻ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയുമാണ് നമ്മുടെ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കുന്നത്. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. സ്ക്രീനിൽ ഇപ്പം കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഓക്കെ. ആമുഖമായിട്ട് നമുക്ക് നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങൾ, ഒരു 10 ലക്ഷ്യങ്ങൾ നമ്മൾ എഴുതിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു 10 ലക്ഷ്യങ്ങൾ എഴുതിയാൽ അതിൽ
90% ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കാൻ പണം അത്യാവശ്യമാണ്, നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എത്ര പണത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരാണെങ്കിലും പണം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയും. അവിടെ പണം വേണ്ടിടത്ത് തത്വങ്ങൾ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല. പണം വേണ്ടിടത്ത് പണം തന്നെ വേണം. നമ്മുടെ ഇപ്പോഴുള്ള സാഹചര്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. എന്തായാലും നമ്മുടെ ബിസിനസ് പ്ലാൻ ഇന്ന് പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ കുറിച്ചും നാം കേട്ടിട്ടുണ്ട്. പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഡയറക്ട് സെല്ലിംഗ് മേഖലയ്ക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുന്ന ഒരു സമയത്താണ്. ഇനി വരുന്ന കമ്പനികൾ, ഇനി ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ വലിയ ഒരു മുന്നേറ്റം തന്നെ നമുക്ക് കാണാം. അപ്പൊ ഏറ്റവും പുതിയ ഒരു കമ്പനി എന്നുള്ള നിലയിൽ കഴിഞ്ഞ കമ്പനികളിൽ നിന്നുണ്ടായ പോസിറ്റീവായ കാര്യങ്ങളും നെഗറ്റീവായ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഏറ്റവും പുതിയ അത്യാധുനിക രീതിയിൽ എല്ലാ ഭാഗവും പരിപൂർണമായും എല്ലാ നിലയിലും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ക്രമീകരിച്ച ഒരു കമ്പനിയാണ് ഫ്ലൈ വെൽനസ് കമ്പനി എന്ന് നമുക്ക് കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചാൽ മനസ്സിലാകും. ഞാൻ പ്ലാൻ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ബിസിനസ് പ്ലാൻ, നേരത്തെ പറഞ്ഞ പ്രൊഡക്റ്റ്, വൈദ്യരെ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പൊ പ്രൊഡക്റ്റ് മറ്റുള്ള കമ്പനികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ ശരീരത്തിന് മൊത്തമായി അതിന്റെ അടിസ്ഥാന കാര്യം ശരിയാക്കിക്കൊണ്ട് ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, സെല്ല് മെച്ചപ്പെടുത്തിയിട്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ക്രിയാത്മകമായി നല്ലൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ പ്രൊഡക്റ്റുകൾ സഹായിക്കുമെങ്കിൽ അതിലും അത്ഭുതകരമാണ് ഒരു ബിസിനസ്സായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് നമ്മുടെ കമ്പനിയുടെ വരുമാന സാധ്യതകൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലും ബൈനറി ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ രണ്ട് ചാനലുകൾ ഉണ്ടാകുമല്ലോ. അപ്പൊ ബൈനറിയിലൂടെയും മറ്റൊരു കമ്പനിയും നൽകാത്ത വിധം വലിയ ഒരു പേ ഔട്ടാണ് നമ്മുടെ കമ്പനി നൽകുന്നത്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ 40% വരെ നമ്മുടെ കമ്പനി നൽകുന്നുണ്ട്. മറ്റു പല കമ്പനികളും ആ മേഖലയിൽ വരുമാനം നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം, പല കമ്പനികളെ കുറിച്ച് നമുക്കറിയാം, അതിൽ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബിസിനസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ, അത് നിലനിർത്തിയ ആളുകൾ ജോയിൻ ചെയ്യുന്നവരെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ശതമാനമാണ്. 1000 പേർ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ബിസിനസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് 100-ൽ താഴെ ആളുകളായിരിക്കും. കണക്ക് പ്രകാരം അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയും ആളുകൾ ജോയിൻ ചെയ്തിട്ട് പിന്നീട് അത് എന്നെ കൊണ്ട് നടക്കില്ല എന്നുള്ള നിലയിൽ പിറകോട്ട് പോകാൻ ഏറ്റവും വലിയ കാരണം, അവർക്ക് മുമ്പിലുള്ള തടസ്സം, ഇരു ടീമും ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കമ്പനി മുന്നോട്ട് വെക്കുന്നത്, ഒരു ടീമാണെങ്കിലും നിങ്ങളുടെ റെഫറലിലുള്ള ആളുകൾ മുഖേന നിങ്ങൾക്ക് വരുമാനം എന്നും നിലനിർത്താൻ സാധിക്കും. ഇതുകൊണ്ട് കൊഴിഞ്ഞുപോക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. മറ്റു കമ്പനികളിലൊക്കെ നമുക്ക് കാണാം, എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ബിസിനസ് പ്ലാൻ മനോഹരമാണ്. പക്ഷേ ഒരുപാട് കമ്പനികൾ വന്ന സ്ഥിതിക്ക് എല്ലാ കമ്പനികളെയും അതിന്റെ പ്ലാനും പ്രൊഡക്റ്റും ഒക്കെ കൃത്യമായി പഠിച്ച് പുതിയ കമ്പനി വരുമ്പോൾ അതിന്റെ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ തീർത്തും പരിഹരിച്ചുകൊണ്ടാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. അപ്പൊ ഇവിടെ ഒരു ടീം മാത്രം നാം നയിച്ചു പോവുകയാണെങ്കിലും, ഒരു ടീമിനെ മാത്രം നാം കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ പോലും മറു ടീമിൽ നമുക്ക് വലിയൊരു ബിസിനസ് ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ വരുമാനം എന്നും നിലനിർത്താൻ സാധിക്കുമെന്നുള്ള വലിയ ഒരു പ്രത്യേകത നമ്മുടെ ഈ ബിസിനസ് പ്ലാനിൽ ഉണ്ട്. അതായത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ 40%, അതിന് ബൈനറിയുടെ ആവശ്യമില്ല, രണ്ട് ടീമിലും മാച്ചിങ് ബിവിയുടെ ആവശ്യമില്ല. മാച്ചിങ് ഇല്ലാതെയും ഒരു ടീമിലൂടെ തന്നെ നമുക്ക് വരുമാനം വാങ്ങാൻ സാധിക്കും. 40%-ഓളം വരുമാനം നമുക്ക് ബിസിനസ് വോള്യത്തിന്റെ 40%-ഓളം ലഭിക്കും. അത് മാത്രമല്ല, മറ്റു കമ്പനികൾ നൽകുന്ന ബിസിനസ് വോള്യത്തെക്കാളും കൂടുതൽ 88% ബിസിനസ് വോള്യമായിട്ട് കണക്കാക്കുന്നുണ്ട്.
ആ 88% ബിസിനസ് വോള്യത്തിന്റെ 40% ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ മാത്രം വരുമാനം ലഭിക്കുന്നു എന്നുള്ളത് നമ്മുടെ കമ്പനിയുടെ വലിയ ഒരു എല്ലാവരും ആകർഷിക്കാൻ കാരണമാകുന്ന ഒരു പ്രത്യേകതയാണ്, സവിശേഷതയാണ്. പിന്നെ ബൈനറിയിലാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ കമ്പനികളും ബൈനറി ആയി മാച്ച് ചെയ്യുന്നതിന്റെ പെർസെന്റേജ് നൽകുന്നുണ്ട്. എന്നാൽ നമ്മുടെ കമ്പനി മാച്ച് ചെയ്യുന്നതിന്റെ ബിസിനസ് വോള്യത്തിന്റെ ശതമാനമല്ല കണക്കാക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന്റെ 16% ബൈനറിയിലൂടെയും വരുമാനം നൽകുന്നു എന്നുള്ളത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ഏതെങ്കിലും കമ്പനിയുടെ എന്തെങ്കിലും പ്ലാൻ മനസ്സിലാക്കിയ ഒരാൾ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അല്പമെങ്കിലും ഒരു ABCD മനസ്സിലാക്കിയ ആൾക്ക് തീർത്തും നമ്മുടെ ബിസിനസ് പ്ലാൻ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവഗണിക്കാനോ സാധ്യമേ അല്ല എന്ന് ആമുഖമായി പറയുകയാണ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് 5 രീതിയിലാണ്. ഒന്ന്, ബേസിക് പാക്കേജ്. ബേസിക് പാക്കേജ് എന്നുള്ളത് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഏത് വിദ്യാർത്ഥിക്കും, ഒരു ജോലിയും ഇല്ലാത്ത ആളാണെങ്കിലും ഒരു വരുമാനം ഇല്ലാത്ത ആളാണെങ്കിലും കേവലം 2500 രൂപക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് കമ്പനിയിൽ ജോയിൻ ചെയ്യാം. ഇതും മറ്റ് കമ്പനികളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുകയില്ല, അപൂർവമാണ്. മിനിമം ഒരു 5000 രൂപയെങ്കിലും മുതൽ മുടക്കില്ലാതെ ഇത്തരം കമ്പനികളിൽ ജോയിൻ ചെയ്യാൻ കഴിയാറില്ല. എന്നാൽ ഇവിടെ 2500 പ്ലസ് 5% GST 2625 രൂപ, 2500 പ്ലസ് 125 GST അടക്കം 2625 രൂപ ചെലവാക്കിക്കൊണ്ട് നമ്മുടെ ഗ്ലോബലി വലിയ സാധ്യതയുള്ള ഒരു ബിസിനസ് നമുക്കും അതിൽ പാർട്ണർഷിപ്പ് എടുക്കാൻ കഴിയും. ഗ്ലോബലി ആയിട്ടുള്ള ഈ ബിസിനസ്സിലേക്ക് നമുക്കും ഷെയർ കൂടാൻ കഴിയും, ജോയിൻ ചെയ്യാൻ കഴിയും. മറ്റൊന്ന് അഡ്വാൻസ് പാക്കേജ് ആണ്. അതിൽ 2 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് അതിൽ ജോയിൻ ചെയ്യുന്നത്. മൂന്നാമത്തെ പാക്കേജ് പ്രോ പാക്കേജ് ആണ്. അതിൽ 4 പ്രൊഡക്റ്റ് ആണ്. 4 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് പ്രോ പാക്കേജിലൂടെ ജോയിൻ ചെയ്യുന്നത്. നാലാമത്തത് റോയൽ പാക്കേജ് ആണ്. 16 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ ന്യൂക്ലിയ വിറ്റയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് 1 മാസത്തേക്ക് ഉണ്ടാകും. അങ്ങനെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ഒരു 4 മാസത്തെ കോഴ്സ് ആയിട്ട് 4 ആളുകൾക്ക് അത് ഉപയോഗിക്കാം. ഫ്ലൈ വൺ ആണെങ്കിൽ ചുരുങ്ങിയത് 44 ദിവസത്തെ കോഴ്സ് ആയിട്ട് വീട്ടിലെ 4 പേർക്ക് ഉപയോഗിക്കാവുന്ന നിലയിൽ ഫാമിലി ആയിട്ട് നമുക്ക് ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ അനുയോജ്യമായ പാക്കേജാണ് റോയൽ പാക്കേജ്. 16 പ്രൊഡക്റ്റുമായി വാങ്ങിയിട്ട് ജോയിൻ ചെയ്യാം. ക്രൗൺ പാക്കേജ് ആണ്. ഈ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും ഒന്നുപോലും ഒഴിയാതെ നമുക്ക് എല്ലാം നേടിത്തരുന്ന പാക്കേജാണ് ക്രൗൺ പാക്കേജ്. ബിസിനസ്സായി സീരിയസ് ആയിട്ട് ഒരാൾക്ക് ഏറ്റെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ക്രൗൺ പാക്കേജിലൂടെ 40 പ്രൊഡക്റ്റ് ഒന്നിച്ച് വാങ്ങിക്കൊണ്ട് ഒരാൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അതിലൂടെ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാനും ബിസിനസ് ആയിട്ട് തന്നെ സീരിയസ് ആയിട്ട് ഇറങ്ങുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായ എല്ലാ ബെനിഫിറ്റും ലഭിക്കുന്ന പാക്കേജാണ് ക്രൗൺ പാക്കേജ്. ഇവിടെ ഓരോ പാക്കേജിലും വ്യത്യസ്തമായ ബെനിഫിറ്റുകൾ ഉണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമതായി റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. MRPക്ക് നാം വിൽക്കുമ്പോൾ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ലഭിക്കുന്നു. രണ്ടാമത്തെ നമ്മുടെ ഇൻകം ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആണ്. ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് നമുക്ക് ബേസിക്കിനെ കുറിച്ച് നമുക്ക് പറയാം. ബേസിക്കിൽ നാം ബേസിക് പാക്കേജിലൂടെയാണ് നാം കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തതെങ്കിൽ ഇവിടെ ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ബിസിനസ് വോള്യം കണക്കാക്കുന്നത് 88% നേരത്തെ പറഞ്ഞു. അപ്പൊ 2500ന്റെ 88% 2200 ബിസിനസ് വോള്യം കണക്കാക്കുന്നത്. അപ്പൊ ഒരു ബേസിക് നമ്മിലേക്ക് നാം മുഖേന ജോയിൻ ചെയ്താൽ അവർ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ 10%, ബിസിനസ് വോള്യത്തിന്റെ 10% ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ അതോടൊപ്പം നമുക്ക് ലഭിക്കുന്ന മറ്റൊരു വരുമാനമാണ് ഫ്ലൈ പാസ് ബോണസ്. അവിടെയും ബിസിനസ് വോള്യത്തിന്റെ 10% നമുക്ക് ബേസിക് പാക്കേജിലെ ആൾക്ക് ലഭിക്കും. അതായത് 220 ഉണ്ടാകും. 2200 ഒരു പ്രൊഡക്റ്റിന്റെ ബിസിനസ് വോള്യം. ആ ബിസിനസ് വോള്യത്തിന്റെ 10% 220 നമുക്ക് ഫ്ലൈ ബോണസ് ആയിട്ട്, ഫ്ലൈ പാസ് ആയിട്ട്, ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് നമുക്ക് ലഭിക്കും. വൗച്ചറിന്റെ പ്രത്യേകത
ഈ വൗച്ചർ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതേപോലെ നമ്മുടെ കെയർ ഓഫിൽ ആർക്കെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഈ വൗച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് അവർക്ക് വാങ്ങിക്കൊടുക്കാം. അപ്പോൾ അത് ഒരു ക്യാഷിന്റെ സ്ഥാനത്തായിട്ട് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇവിടെ 440 ഡയറക്ട് സെയിൽ ഇൻസെന്റീവും ഫ്ലൈ പാസും അടക്കം 440 നമുക്ക് രണ്ടു കൂടി ലഭിക്കും. വൗച്ചർ നമുക്ക് പർച്ചേസിന് ഉപയോഗപ്പെടുത്താം. 220 10% ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കുന്നത് പിറ്റേ ദിവസം തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. ഇവിടെ മറ്റുള്ള കമ്പനികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം, ഇത് ഡെയിലി വരുമാനമാണ്, ആഴ്ചക്കോ മാസത്തിലോ നൽകുന്ന വരുമാനമല്ല. ഇനി സാധാരണ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ കാണുന്ന വരുമാന രീതിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ പറഞ്ഞത് അത്രയും ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആണെങ്കിലും ഗിഫ്റ്റ് വൗച്ചർ ആണെങ്കിലും ഇവിടെ രണ്ടും ഒരു ടീമിൽ മാത്രമാണെങ്കിലും നമുക്ക് വരുമാനം ലഭിക്കും. ഇനി പറയാൻ പോകുന്നത് 2 ടീമിലായിട്ട് പർച്ചേസ് നടക്കുമ്പോൾ മാച്ചിങ്ങിന്റെ 8%, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ബിസിനസ് വോള്യത്തിൻ്റെതല്ല, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന്റെ 2500 ഒരു പ്രൊഡക്റ്റിന് 2500 8% 200 രൂപ നമ്മുടെ ടീമിൽ, അത് നാം കൊണ്ടുവന്നാലും അല്ലെങ്കിലും നമ്മുടെ ടീമിൽ ഒരു മാച്ചിങ് നടന്നാൽ, ഒരു പ്രൊഡക്റ്റ് മാച്ച് ആയാൽ, ടീം 1ലും ഒരു പ്രൊഡക്റ്റ്, ടീം 2ലും ഒരു പ്രൊഡക്റ്റ്, ഇങ്ങനെ ഒരു ദിവസം വന്നാൽ നമുക്ക് 200 രൂപ ചാനൽ ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ്. മാത്രമല്ല അതോടൊപ്പം ഡബിൾ ചാനൽ ബോണസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു 8% കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ബേസിക് പാക്കേജിലാകുമ്പോൾ ഒരു മാച്ചിങ്ങിന് മാത്രമേ ഡബിൾ ചാനൽ ബോണസ് ലഭിക്കുകയുള്ളൂ. അതായത് മാച്ചിങ്ങിന്റെ 16%, ക്യാഷിന്റെ 16% നമുക്ക് ലഭിക്കും. ചാനൽ ബോണസ് പ്ലസ് ഡബിൾ ചാനൽ ബോണസ് അടക്കം ഒരു മാച്ചിങ്ങിന് ബേസിക് പാക്കേജിലുള്ള ആൾക്ക് 400 രൂപ മാച്ചിങ്ങിലൂടെ മാത്രം കമ്പനി നൽകുന്നതാണ്. ഇത് മറ്റുള്ള കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുക. ഇവിടെ ബേസിക് പാക്കേജിലുള്ള ഒരാൾക്ക്, അതായത് ഒരു മിനിമം പർച്ചേസിലൂടെ തന്നെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്ത ഏത് സാധാരണക്കാർക്കും ഒരു ദിവസം മാച്ചിങ്ങിലൂടെ മാത്രം 800 രൂപ, മാച്ചിങ്ങിലൂടെ മാത്രം 800 രൂപ നമുക്ക് ലഭിക്കും. ഒരു മാച്ചിങ്ങിന് 400 വെച്ചിട്ട് നമുക്ക് ലഭിക്കും. ബാക്കി 2500 രൂപ വരെ സീലിംഗ് ലിമിറ്റ് ബേസിക്കിലുള്ള ആൾക്ക് മാച്ചിങ്ങിലൂടെ ബൈനറി ആയിട്ട് വരുമാനം ലഭിക്കുന്നത് ഒരു ദിവസം 2500 ബൈനറിയിലൂടെ മാത്രം 2500 രൂപ വരെ ഒരു ദിവസം ഏൺ ചെയ്യാൻ സാധിക്കും ബേസിക് പാക്കേജിലുള്ള ആൾക്ക്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത പാക്കേജാണ് അഡ്വാൻസ് പാക്കേജ്. അഡ്വാൻസ് പാക്കേജിന്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു, 2 പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ജോയിൻ ചെയ്യുന്നതിനാണ് അഡ്വാൻസ് പാക്കേജ് എന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ബേസിക് പാക്കേജിലുള്ള ആൾക്ക് തന്നെ അഡ്വാൻസിലേക്ക് ടോപ്പ് അപ്പ് ചെയ്യാൻ ഒരു പ്രൊഡക്റ്റ് കൂടി പർച്ചേസ് ചെയ്താൽ അഡ്വാൻസിലേക്ക് മാറാൻ സാധിക്കും. അപ്പോൾ അഡ്വാൻസ് പാക്കേജിലൂടെ ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആയിട്ട്, അതായത് നമ്മുടെ കെയർ ഓഫിൽ ഒരാൾ ഒരു ബേസിക് വന്നാൽ തന്നെ അതിന്റെ ബിസിനസ് വോള്യത്തിന്റെ 10% 220 രൂപ നമുക്ക് ലഭിക്കും. നമ്മുടെ കെയർ ഓഫിൽ ഒരു അഡ്വാൻസ് ആണ് വന്നതെങ്കിൽ അവിടെ 2 പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പൊ 2 പ്രൊഡക്റ്റിന്റെ 10% 440 രൂപ, 5000 രൂപയാണ് 2 പ്രൊഡക്റ്റിന് വരിക. 5000 രൂപയുടെ ബിസിനസ് വോള്യം 4400 ആണ്. ആ 4400ന്റെ 10% 440 ഒരു അഡ്വാൻസ് നമ്മുടെ കെയർ ഓഫിൽ വന്നാൽ തന്നെ നമുക്ക് ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കും. അതോടൊപ്പം ഫ്ലൈ പാസ് ബോണസ് ആയിട്ട് ഇവിടെ ലഭിക്കുന്നത്, ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ബേസിക്കിൽ 10% ആണെങ്കിൽ ഇവിടെ 15% ലഭിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് 660 ഒരു അഡ്വാൻസ് വരുന്നതിലൂടെ തന്നെ നമുക്ക് 660 ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് ലഭിക്കും. ഈ ഗിഫ്റ്റ് വൗച്ചർ നമുക്ക് ഒരു പ്രൊഡക്റ്റിന്റെ പണമാകുമ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം, മറ്റുള്ളവർക്ക്, നമ്മുടെ കെയർ ഓഫിൽ വരുന്ന ആളുകൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കൊടുക്കാം. ഇനി ചാനൽ ബോണസ് ആണ്. ചാനൽ ബോണസ് ഇവിടെയും 8%. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം, ഡബിൾ ചാനൽ ബോണസ് ഇവിടെ ദിവസം 2 പ്രൊഡക്റ്റുകൾക്ക് 2 മാച്ചിങ്ങിന് ഇവിടെ നമുക്ക് ഡബിൾ ചാനൽ ബോണസ് ലഭിക്കും. അതായത്
2 പ്രൊഡക്റ്റുകൾക്ക് 400 വെച്ചിട്ട് 800 രൂപ ഒരു ദിവസം ബൈനറിയിലൂടെ ഡബിൾ ചാനൽ ബോണസ് അടക്കം, അതായത് 16% നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന്റെ 16% നമുക്ക് ലഭിക്കും. എന്നാൽ ഇവിടെ ഒരു ദിവസത്തെ ബൈനറിയുടെ സീലിംഗ് ലിമിറ്റ് 5000 രൂപ വരെയാണ്. 5000 രൂപ വരെ ബൈനറിയിലൂടെ മാത്രം. ബൈനറിയുടെ പ്രത്യേകത ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ കുറിച്ച് ഇതിനെക്കുറിച്ച് ഈ ഫീൽഡ് ഉള്ള ആളുകൾക്ക് കൃത്യമായി ബോധ്യമാകും. ഇത് നമ്മുടെ കെയർ ഓഫിൽ അല്ലെങ്കിലും നമ്മുടെ ടീമിൽ നടക്കുന്ന ബിസിനസിന്റെ ഇൻകമാണ്. നാം കിടപ്പിലാണെങ്കിലും നാം പ്രവർത്തിക്കുന്നില്ലെങ്കിലും നമ്മുടെ ടീം നമുക്ക് നൽകുന്ന വരുമാനമാണ് ബൈനറി. ഈ ബൈനറിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് 16%, വളരെ പ്രത്യേകം നാം നോട്ട് ചെയ്യണം. അതുകൊണ്ട് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന്റെ 16% നമുക്ക് നമ്മുടെ ടീമിലൂടെ ബിസിനസ് നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. അത് നാം കൊണ്ടുവന്നവരാകണമെന്നില്ല. എന്നാലും നമ്മുടെ ടീമിൽ ഓരോ ദിവസവും മാച്ചിങ് നടക്കുന്ന നിലയിൽ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിൽ, ടീം ലൈവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന്റെ 16% നമുക്ക് ബൈനറിയിലൂടെ മാത്രം വരുമാനം വാങ്ങാൻ കഴിയും. ഇവിടെ അഡ്വാൻസ് പാക്കേജിൽ ഒരു ദിവസം 5000 രൂപ വരെ ബൈനറിയിലൂടെ മാത്രം നമുക്ക് വരുമാനം വാങ്ങാൻ കഴിയും. ഇനി നാം അടുത്ത പാക്കേജിലേക്ക് കടക്കുകയാണ്. അടുത്ത പാക്കേജ് പ്രോ പാക്കേജ് ആണ്. ഒരാൾക്ക് പ്രോ പാക്കേജിലേക്ക് മാറണമെങ്കിൽ അഡ്വാൻസ് പാക്കേജിലുള്ള ഒരാൾക്ക് 2 പ്രൊഡക്റ്റ് കൂടി പർച്ചേസ് ചെയ്താൽ അയാളുടെ സ്വന്തം പർച്ചേസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വാൻസ് പാക്കേജിൽ നിന്നും പ്രോ പാക്കേജിലേക്ക് മാറാൻ കഴിയും. പ്രോ പാക്കേജിലും ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആയിട്ട് നാം മുഖേന ഒരാൾ ബിസിനസ്സിലേക്ക് വന്നാൽ, ഒരു പ്രോ പാക്കേജിലൂടെയാണ് നാം മുഖേന വന്ന ആൾ ജോയിൻ ചെയ്തതെങ്കിൽ അവിടെ 4 പ്രൊഡക്റ്റ് ആണ് അവിടെ വാങ്ങുന്നത്. അപ്പൊ 4 പ്രൊഡക്റ്റിന് മൊത്തം 10000 രൂപ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വരും. അതിന്റെ ബിസിനസ് വോള്യം 88%, 8800 രൂപ. ഈ 8800 രൂപയുടെ 10%, 880 രൂപ നമുക്ക് പിറ്റേ ദിവസം അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതാണ്. എല്ലാ പാക്കേജിലും ബിസിനസ് വോള്യത്തിന്റെ 10% നമുക്ക് ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കുന്നത്. ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് ഓരോ പാക്കേജിനനുസരിച്ച് മാറ്റമുണ്ട്. ഇവിടെ പ്രോ പാക്കേജിൽ നമുക്ക് 20% ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഒരു പ്രോ പാക്കേജ് ആണ് നമ്മുടെ കെയർ ഓഫിൽ ബിസിനസ്സിൽ ജോയിൻ ചെയ്തതെങ്കിൽ നമുക്കവിടെ 1760 ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് പോയിന്റ് കയറും. അത് നമുക്ക് പർച്ചേസിന് ഉപയോഗപ്പെടുത്താം. ഇനി ഇവിടെ നമുക്ക് ചാനൽ ബോണസ് ആയിട്ട് ലഭിക്കുന്നത് നമ്മുടെ പ്രൈസിന്റെ 2500ന്റെ 8%. 4 പ്രൊഡക്റ്റ് നമ്മുടെ 1ലും, ഒരു പ്രോ നമ്മുടെ 1ൽ വന്നു, മറ്റ് ഒരു പ്രോ നമ്മുടെ 2വിലും വന്നാൽ 4 പ്രൊഡക്റ്റ് ഇന്ന് നമുക്ക് ജോയിൻ ചെയ്തു. ആ 4 പ്രൊഡക്റ്റ് മാച്ച് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ ചാനൽ ബോണസ് ആയിട്ട് 800 രൂപയും ഡബിൾ ചാനൽ ബോണസ് ആയിട്ട് വീണ്ടും 800 രൂപ ലഭിക്കും. ഇവിടെ പ്രോ പാക്കേജിൽ 4 പ്രൊഡക്റ്റുകൾക്ക് മാത്രമാണ് ഡബിൾ ചാനൽ ബോണസ് ലഭിക്കുക. 4 മാച്ചിങ്ങിന് ഡബിൾ ചാനൽ ബോണസ് ലഭിക്കും. ബാക്കി ആ ദിവസം നമുക്ക് 10000 രൂപ വരെ ബൈനറിയിലൂടെ മാത്രം വരുമാനം വാങ്ങാം. ബാക്കി ഓരോ മാച്ചിങ്ങിനും 200 വെച്ചിട്ടാണ് നമുക്ക് ലഭിക്കുക. 4 പ്രൊഡക്റ്റ് മാച്ച് ചെയ്യുന്നതിന് 400 വെച്ചിട്ടും കിട്ടും. ബാക്കി ഓരോ മാച്ചിങ്ങിനും 200 വെച്ചിട്ടും ലഭിക്കും. ഓരോ പാക്കേജിലും പ്രൊഡക്റ്റുകളുടെ എണ്ണം അനുസരിച്ചാണ് മാച്ചിങ്ങിന് ചാനൽ ബോണസിനോടൊപ്പം ഡബിൾ ചാനൽ ബോണസ് കൂടി ലഭിക്കുന്നത്. ഇനി നാം അടുത്ത പാക്കേജിലേക്ക് നമുക്ക് കടക്കാം. റോയൽ പാക്കേജ് ആണ്. 16 പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. നാം 16 പ്രൊഡക്റ്റ് വാങ്ങി ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും 16 പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ 16 പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണ് നമ്മുടെ കൂടെ ഉള്ള ആള് ജോയിൻ ചെയ്തതെങ്കിൽ അവിടെ ബിസിനസ് വോള്യത്തിന്റെ 10% 16 പ്രൊഡക്റ്റിന് 40000 രൂപ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വരും. അപ്പൊ 40000ന്റെ 88% 35200 വരിക. 35000ന്റെ 10% ഇവിടെ നമുക്ക് ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കുന്നത്. എല്ലാ പാക്കേജും ബിസിനസ് വോള്യത്തിന്റെ 10% നമുക്ക് ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കും. അതോടൊപ്പം ഫ്ലൈ പാസ് ബോണസ് ആയിട്ട് ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് റോയൽ പാക്കേജ് 25%. 25% ബിസിനസ് വോള്യത്തിന്റെ 25% നമുക്ക്. അപ്പോൾ ഒരു പ്രോ നമ്മുടെ കെയർ ഓഫിൽ വന്നാൽ 8800 നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ ആയിട്ട് നമുക്ക് കയറും. 25% ബിസിനസ് വോള്യം
അതോടൊപ്പം നമുക്ക് ഇവിടെ ചാനൽ ബോണസ് ആയിട്ട് ലഭിക്കുന്നത് 4 പ്രൊഡക്റ്റ് അല്ല, നേരത്തെ 4 പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് മാച്ച് ചെയ്യുന്ന നമ്മുടെ കൂടെ ഒരു റോയൽ ആണ് വന്നതെങ്കിൽ 16 പ്രൊഡക്റ്റ് ആണ് ഇവിടെ മാച്ച് ചെയ്യുന്നത്. നമ്മുടെ ടീം 1ലും ഒരു റോയൽ ജോയിൻ ചെയ്തു, ടീം 2ലും ഒരു റോയൽ ജോയിൻ ചെയ്താൽ നമുക്ക് അവിടെ 16 പ്രൊഡക്റ്റ് മാച്ച് ചെയ്യുന്നു. 16 പ്രൊഡക്റ്റിന് ചാനൽ ബോണസ് ആയിട്ട് 8% 3200 രൂപയും അതോടൊപ്പം ഡബിൾ ചാനൽ ബോണസ് ആയിട്ട് വീണ്ടും 3200 ലഭിക്കും. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത് ഡബിൾ ചാനൽ ബോണസ് നമുക്ക് ലഭിക്കുന്നത് 16 മാച്ചിങ്ങിനാണ്. ബാക്കിയുള്ളതിന് 40,000 രൂപ വരെ ഒരു ദിവസം ബൈനറി ആയിട്ട് വാങ്ങാൻ കഴിയും റോക്കിയൽ പാക്കേജിലുള്ള ആൾക്ക്. പക്ഷെ 16 പ്രൊഡക്റ്റുകൾക്ക് 400 വെച്ചും ബാക്കിയുള്ള മാച്ചിങ്ങിന് 200 വെച്ചും അങ്ങനെ 40,000 രൂപ ബൈനറിയിലൂടെ മാത്രം ഇവിടെ നമുക്ക് വരുമാനം വാങ്ങാൻ കഴിയും. ഇനി നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാക്കേജ്, ബിസിനസ് ആയിട്ട് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആൾക്ക് അനുയോജ്യമായ പാക്കേജ്, ആ പാക്കേജ് ക്രൗൺ പാക്കേജ് ആണ്. 40 പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഇതിൽ ജോയിൻ ചെയ്യുന്നു. 40 പ്രൊഡക്റ്റിന് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വരുന്നത് 1,00,000 രൂപയാണ്. അപ്പൊ നാം ക്രൗണിലൂടെ ജോയിൻ ചെയ്തു, നമ്മുടെ കൂടെ ഉള്ള ഒരാൾ ബിസിനസ്സിലായിട്ട് കൃത്യമായി സീരിയസ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവരും ക്രൗൺ പാക്കേജിലൂടെ ജോയിൻ ചെയ്താൽ നമുക്കവിടെ ഡയറക്ട് സെയിൽ ഇൻസെന്റീവ് ആയിട്ട് ലഭിക്കുന്നത് 1,00,000ന്റെ 88% ആകുന്ന 88,000 രൂപയുടെ 10% 8,800 രൂപ. ഒരു ക്രൗണ് നമ്മുടെ കെയർ ഓഫിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ 8,800 രൂപ പിറ്റേ ദിവസം നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും. അതോടൊപ്പം ഫ്ലൈ പാസ് ബോണസ് ആയിട്ട് അതിന്റെ 30% 88,000ന്റെ 30% ആകുന്ന 26,400 വൗച്ചർ ആയിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ചാനൽ ബോണസ് ആയിട്ട് ഒരു ക്രൗണ് നമ്മുടെ ടീമിൽ വന്നു. നമ്മുടെ മറ്റേ ടീമിൽ പവറായ ടീമാണെങ്കിൽ അവിടെ മുമ്പേ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് പർച്ചേസ് ചെയ്തതുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ വീക്ക് സൈഡിൽ ഒരു ക്രൗണ് വന്നാൽ 40 പ്രൊഡക്റ്റ് മാച്ച് ചെയ്യുന്നത് ഒരു പ്രയാസവുമില്ല. ഇനി അപ്പുറവും ക്രൗണ് ഉണ്ട്, ഇപ്പുറവും ഒരു ക്രൗണ് ജോയിൻ ചെയ്തു, അവിടെ 40 പ്രൊഡക്റ്റ് മാച്ച് ചെയ്താൽ 40 പ്രൊഡക്റ്റിന്റെ പ്രൈസിന്റെ 8% ആകുന്ന 8%, അതായത് ഓരോ പ്രൊഡക്റ്റിനും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന്റെ 8% ലഭിക്കുന്നത്. 8,000 രൂപ, 1,00,000 രൂപയാണ് ഇവിടെ നമുക്ക് 40 പ്രൊഡക്റ്റിന് ഈ പാക്കേജിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ 1,00,000ത്തിന്റെ 8% ആകുന്ന 8,000 രൂപ ചാനൽ ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കും. അതോടൊപ്പം ഡബിൾ ചാനൽ ബോണസ് ആയിട്ട് ഇവിടെ 40 പ്രൊഡക്റ്റുകൾക്ക് ഡബിൾ ചാനൽ ബോണസ് കൂടി എക്സ്ട്രാ ആയിട്ട് മറ്റൊരു 8,000 കൂടി ലഭിക്കും. അങ്ങനെ ദിവസം ഇവിടെ ബൈനറിയിലൂടെ മാത്രം 1,00,000 രൂപ വരെ വരുമാനം വാങ്ങാൻ കഴിയും. അതിൽ നമുക്ക് 40 മാച്ചിങ്ങിന് 400 വെച്ചും ബാക്കിയുള്ള മാച്ചിങ്ങിന് 200 വെച്ചിട്ട് ഒരു ദിവസം 1,00,000 രൂപ വരെ ബൈനറിയിലൂടെ മാത്രം നമുക്ക് വരുമാനം വാങ്ങാൻ സാധിക്കും. ഇനിയും വരുമാനം കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ആദ്യത്തെ 2 വരുമാനങ്ങൾ ഇ കൊമേഴ്സ് അടിസ്ഥാനത്തിൽ, രണ്ടാമത്തേത് ചാനൽ ബോണസ്, ഡബിൾ ചാനൽ ബോണസ്, ബൈനറിയിലൂടെയുള്ള വരുമാനം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റു കമ്പനികളിൽ ഒന്നും കാണാത്ത, അതായത് നാം ഒരു ടീമാണ് നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ളതെങ്കിൽ പോലും ഇതിൽ നിർത്തിപ്പോകേണ്ടി വരില്ല. എനിക്ക് ഒരു ടീം നന്നായി പോകുന്നുണ്ട്, മറ്റേ ടീം അതിനനുസരിച്ച് മാച്ചിങ് ആയിട്ട് പോകുന്നില്ല എന്നുള്ള നിലയിൽ പല ആളുകളും കമ്പനി വിട്ടേച്ചു പോകുന്ന, ഈ മേഖല തന്നെ വിട്ടുപോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇനിയുള്ള ആളുകൾക്ക് ആ ഒരു പ്രയാസം ഉണ്ടാവുകയില്ല. കാരണം ഇവിടെ നാം കൊണ്ടുവന്നവർ അത് ഒരേ ടീമിലാണെങ്കിൽ പോലും നമുക്ക് വരുമാനം തുടർച്ചയായിട്ട് ലഭിക്കാനുള്ള അവസരം ഇവിടെയുണ്ട്. നാം കൊണ്ടുവന്ന ആളുകൾ എത്രയാണോ ബൈനറി ആയിട്ട് വാങ്ങുന്നത്, ഇവിടെ ബൈനറി ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു കമ്പനിയും നൽകാത്ത ശതമാനമാണ്. അതും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിന്റെ 16% നൽകുന്നത്. ആ 16% അവർ വാങ്ങുന്ന വരുമാനത്തിന്റെ 15% ആരാണോ കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന ലീഡർക്കുള്ളതാണ്. അത് ഒരേ ടീമിൽ തന്നെയാണ് നാം കൊണ്ടുവന്ന ആളുകൾ ഉള്ളതെങ്കിൽ പോലും നാം കൊണ്ടുവന്നവർ ബൈനറിയിലൂടെ വാങ്ങുന്ന, മാച്ചിങ്ങിലൂടെ അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 15% അവരുടെ വരുമാനത്തിൽ നിന്ന് എടുക്കുന്നതല്ല, കമ്പനി തന്നെ അതിന്റെ 15% കണക്കാക്കിയിട്ട് കൊണ്ടുവന്ന ആൾക്ക് നൽകുന്നതാണ്. ഇതാണ് ലീഡർഷിപ്പ് ബോണസ്.
ഇനി മറ്റൊരു വളരെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു വരുമാനത്തെ കുറിച്ചാണ് പറയുന്നത്, റീപർച്ചേസ് ബോണസ്. നമുക്കറിയാം ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത തന്നെ, ഞാൻ രണ്ടുപേരെ കൊണ്ടുവന്നു, ആ രണ്ടുപേർ അവരവർ ഓരോരുത്തരും അവരുടെ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരെ കൊണ്ടുവന്നു. അപ്പൊ അടുത്ത സ്റ്റെപ്പ് ആകുമ്പോ 4 പേരാകും. 4 പേര് അവരും ഓരോരുത്തരും ഈ 2 പേരെ കൊണ്ടുവരുമ്പോ അടുത്ത സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് 8 പേരാകും. അതിന് താഴെയുള്ള സ്റ്റെപ്പ് 16 പേരാകും, 32 ആകും, 64 ആകും. ഇങ്ങനെ ഡബിൾ ആയിട്ടാണ്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര ലെവല് നമുക്ക് താഴോട്ടുണ്ടോ അതിനനുസരിച്ച് ആളുകൾ കൂടും. എന്നാൽ ഇവിടെ മറ്റ് കമ്പനികളൊക്കെ താഴോട്ടേക്ക് ലെവല് കൂടുന്നതിനനുസരിച്ച് ശതമാനം കുറക്കുകയാണ് സാധാരണ നമ്മൾ കണ്ടിരുന്നുവെങ്കിൽ, ഇവിടെ തീർത്തും വ്യത്യസ്തമായിട്ട് നമുക്ക് അനുകൂലമാകുന്ന നിലയിലാണ് നമ്മുടെ കമ്പനി സംവിധാനിച്ചത്. നാം കൊണ്ടുവന്ന ആളുകൾ നമ്മുടെ ഫസ്റ്റ് ലെവലിലാണ്. അവർ റീപർച്ചേസ് ചെയ്യുന്നതിന്റെ 3 മാസത്തിനൊരിക്കൽ കമ്പനി കമ്പൽസറി ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ആക്റ്റീവായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അവർ നിർബന്ധമായും 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പർച്ചേസ് നടത്തണമെന്നാണ്. മറ്റു പല കമ്പനികളിലും മാസത്തിൽ പർച്ചേസ് നിർബന്ധമാണെങ്കിൽ, ഇവിടെ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്ന് കമ്പനി നിർബന്ധം വെക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ലെവലിലുള്ള ആളുകൾ റീപർച്ചേസ് ചെയ്യുന്നതിന്റെ 5% നമുക്കുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾ കൊണ്ടുവന്നവർ, അവര് മുഖേന വന്നവർ, അവരുടെ റീപർച്ചേസിന്റെയും 5% ലഭിക്കും. അങ്ങനെ നിങ്ങളുടെ 3rd ലെവൽ വരെയുള്ളവരുടെ 5% നിങ്ങൾക്ക് റീപർച്ചേസ് ബോണസ് ആയിട്ട് ലഭിക്കും. 4ാമത്തെ ലെവലാകുമ്പോ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ 3ാമത്തെ ലെവലിലുള്ള ആളുകൾ 100 പേരാണെങ്കിൽ 4ാമത്തെ ലെവല് നേരെ അതിന്റെ ഡബിൾ ആയിരിക്കും. അവിടെ അതിന്റെ 7%, അവർ റീപർച്ചേസിന്റെ 7% നിങ്ങൾക്ക് ലഭിക്കും. 5ാമത്തെ ലെവലാണെങ്കിൽ 5ാമത്തെ ലെവലിലുള്ളവർ റീപർച്ചേസ് ചെയ്യുന്നതിന്റെ 10% നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. 6ാമത്തെ ലെവലിലുള്ള ആളുകൾ റീപർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ 12% നിങ്ങൾക്ക് ലഭിക്കും. 7ാമത്തെ ലെവലിലുള്ള ആളുകൾ, അത് അസാധ്യമായ ഒരുപാട് ആളുകൾ ഉണ്ടാകും. 7 ലെവൽ വരെ ഒരാൾക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നാണ്. വീട്ടിൽ കിടന്നാലും അവർക്ക് വരുമാനം ലഭിക്കും. അതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു പ്രത്യേകത. ഇവിടെ 7ാമത്തെ ലെവലിലുള്ളതിന്റെ 15%, റീപർച്ചേസിന്റെ 15% വരെ നിങ്ങൾക്ക് വരുമാനം നൽകും. മാത്രമല്ല, ഇനി ചില ആളുകൾ ആക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുകയില്ല. അവർ ചിലപ്പോൾ റീപർച്ചേസിന്റെ കാര്യം ശ്രദ്ധിക്കുകയില്ല. എന്നാൽ പോലും നമുക്ക് അടുത്ത ലെവലിലുള്ള ആളുകളെ ആ റീപർച്ചേസ് ചെയ്യാത്തവരുടെ സ്ഥാനത്തേക്ക് പെടുത്തിയിട്ട് അതിന്റെയും വരുമാനം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഓട്ടോ കംപ്രഷൻ സിസ്റ്റം കൂടി നമ്മുടെ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഓരോ റാങ്കിനും പ്രത്യേക റിവാർഡ്സുകൾ കമ്പനി നൽകുന്നുണ്ട്. ഇന്റർനാഷണൽ ട്രിപ്പുകൾ കമ്പനി അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ കമ്പനി ദുബായ് ട്രിപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ അച്ചീവ് ചെയ്ത ധാരാളം ആളുകളുണ്ട്. വളരെ നമുക്കേവർക്കും ഒന്നിച്ച് വിജയിക്കാൻ പറ്റിയ വലിയ ഒരു ബിസിനസ് അവസരമാണ് ഇത്. ഇത് ഏറ്റവും അത്യാധുനിക രീതിയിൽ ക്രമീകരിച്ച ഈ ബിസിനസ് പ്ലാനിനെ മറികടക്കുന്ന മറ്റൊരു പ്ലാൻ നമുക്ക് കാണാൻ ഇപ്പോൾ നിലവിൽ സാധിക്കുകയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, സന്തോഷം. താങ്ക് യു സയ്യിദ് സർ. നമുക്കറിയാം, നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന നമ്മളുടെ ഒരു ഡ്രീം എന്ന് പറയുന്നത് പാസീവ് ഇൻകം എന്ന് പറയുന്ന അമേസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഏത് കമ്പനിയിലായാലും എവിടെയായാലും നമ്മൾ വർക്ക് ചെയ്യുകയോ എന്ന സമയത്താണ് നമ്മൾക്ക് ഒരു ട്രഡീഷണൽ ആയിട്ട് ജോലിയിൽ നിന്നൊക്കെ നമുക്ക് വരുമാനം കിട്ടുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ഈ കമ്പനിയിൽ നമ്മൾ ഒരു ലെവൽ കഴിയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഇൻകമാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അത് വളരെ അമേസിംഗ് ആണ്. ഇതിന്റെ കൃത്യമായ പെർസെൻറ്റേജ് കണക്ക് വെച്ച് നമ്മളോട് കാര്യങ്ങളൊക്കെ നമ്മളുടെ സയ്യിദ് സാർ വളരെ കൃത്യമായിട്ട് നമ്മളടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ താങ്ക് യു സർ. നമുക്ക് അടുത്തതായി വിജയ കവാടത്തിലൂടെ വളർച്ചയുടെ പടവുകൾ ചവിട്ടി കയറുന്നതിനുള്ള ചിട്ടയായ പ്രവർത്തന രീതിയെ കുറിച്ച്, ചിട്ടയായ പ്രവർത്തനം അതായത് സിസ്റ്റം ഫോളോ ചെയ്യുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ച്, അതിനുള്ള സാധ്യതകളെ പറ്റി നമ്മളോട് സംസാരിക്കാൻ എത്തുന്നു നമ്മുടെ ഗ്രേറ്റ് ലീഡർ, മെന്റർ, മോട്ടിവേറ്റർ, ട്രെയിനർ, നമ്മുടെ ഗൈഡ് ആയിട്ടുള്ള റയീസ് പയ്യോളി സാറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മുടെ
കാര്യം സംസാരിക്കുന്നതിന്, നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം റൈസർ. ഓക്കെ, താങ്ക് യു. എന്റെ സൗണ്ട് കേൾക്കാലോ അല്ലേ? ഓക്കെ. ഓക്കെ, എന്തായാലും ഇന്ന് 2:30 മുതൽ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരോ പുതിയ പുതിയ കാര്യങ്ങളും മറ്റൊക്കെ ആയിട്ട്. അപ്പൊ ആദ്യം നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ചു. പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് നമുക്ക് വേൾഡിൽ വെച്ചിട്ട് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വെൽനസ് പ്രോഡക്റ്റ്, ചീപ്പസ്റ്റ് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ ഇന്ന് ഒരുപാട് വെൽനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരു ഫാമിലിയുള്ള ആളുകൾ ഒരു 4-5 ദിവസത്തേക്ക് ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ, നമ്മളെല്ലാവരും വെൽനസ് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ ആ വെൽനസ് പ്രോഡക്റ്റ് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ബാഗ് നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു ആവശ്യകത വരുന്ന സ്ഥലത്തേക്കാണ് നമ്മളിവിടെ വെറും നമ്മളെ പോക്കറ്റിലേക്ക് വളരെ സിംപ്ലിസിറ്റി കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ 2024 നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള നമ്മൾ അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത സെല്ലുലാർ ന്യൂട്രീഷൻ ആണ്. കാരണം സെല്ലിനുള്ള ന്യൂട്രീഷൻ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് 400-ൽ അധികം വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മളെ വൈദ്യരുടെ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞു, സമയക്കുറവുകൊണ്ട് അദ്ദേഹം കൂടുതൽ അതിലേക്ക് പോയിട്ടില്ല. 400-ഓളം വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു അത്യുത്തമ ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സപ്ലിമെന്റൽ ഫുഡാണ്. ഒരിക്കലും ഒരു ഔഷധമല്ല, സപ്ലിമെന്റൽ ഫുഡാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്നാമത്തെ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത. കാരണം നമ്മളൊരു ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് സബ്ലിങ്കൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ വെള്ളമോ പാലോ ഒന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഏത് ക്രൗഡിന്റെ ഇടയിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ കമ്പനി മറ്റു കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മളെ കമ്പനിക്ക് ഇന്ന് ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഒരുപാട് സർട്ടിഫിക്കേഷൻസ്. അതിൽ പ്രധാനപ്പെട്ട അമേരിക്കയുടെ FDA അടക്കം HACCP അടക്കം അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ. നമ്മളൊരു ഭക്ഷ്യോൽപ്പന്നം അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റൽ ഫുഡ് ഇന്ന് ഈ ലോകത്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റ്സുകളും നമ്മളെ ഈ സപ്ലിമെന്റ്സിനുണ്ട്. ഇത്തരത്തിലുള്ള സപ്ലിമെന്റ്സുകൾക്ക് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് മാത്രമേ ഏതൊരു കമ്പനിയുടെയും പരിശോധിക്കുന്നുണ്ടാവുള്ളൂ. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു രാജ്യത്ത് നിന്ന് ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി മാത്രമേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പഴങ്ങളും പച്ചക്കറികളും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പഴങ്ങളും പച്ചക്കറികളും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളും എല്ലാം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ബെസ്റ്റ് ഓഫ് ദ ക്വാളിറ്റി. എല്ലാ ക്വാളിറ്റി ചെക്കുകളും പരിശോധിച്ചിട്ടാണ് ഓരോരോ ബാച്ചുകളും എക്സ്പോർട്ട് ആയി പോകുന്നത്. അതേപോലെ തന്നെ നമ്മളെ പ്രോഡക്റ്റ് നമ്മൾ മലേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ആയതുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ഓരോരോ ബാച്ചും പരിശോധനയ്ക്ക് വിധേയമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മളെ കൈകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, വേൾഡ് ക്ലാസ് പ്രൊഡക്റ്റ്, വേൾഡ് ക്ലാസ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ്, ചീപ്പസ്റ്റ് ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റു കമ്പനികളിലൊക്കെ നമുക്ക് ഒരു മാസത്തേക്കുള്ള ഒരു പാക്കേജ് 20,000 രൂപയൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ട് വരുന്ന സമയത്ത് നമ്മളെ പ്രൊഡക്റ്റിന് ഇവിടെ വരുന്നത് വെറും 2,625 രൂപയാണ്. അപ്പം വളരെ ചീപ്പായിട്ട് എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ്. ഇതാണ് നമ്മളെ കമ്പനിയുടെ ഒന്നാമത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ തന്നെ പ്ലാൻ പറയുന്ന സമയത്ത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ലോകത്തില് നമുക്കറിയാം, ലോകത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. സെയിൽസിലൂടെയാണ്. കാരണം സെയിൽസിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഒരു ജോലിയേക്കാൾ ഉപരി ബിസിനസ്സിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റുക, അല്ലെ വലിയ രൂപത്തിൽ നമുക്ക് ഈ എക്കണോമിക്കലി സക്സസ് ആവാൻ പറ്റുക. അപ്പൊ ഇന്ന് ഇവിടെ ലോകത്തിൽ ഏറ്റവും നന്നായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന 2 ബിസിനസ് സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ കമ്പനി ഈ ഒരു ബിസിനസ് അവസരം നമ്മളെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നമുക്കറിയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ബ്ലിങ്കിറ്റ്, ബിഗ് ബാസ്ക്കറ്റ് പോലെ തന്നെ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങി ഇ-കൊമേഴ്സ് ശൃംഖലയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത്. അതിലാണ് നമ്മുടെ കമ്പനി ഒന്ന് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തത് ഡയറക്ട് സെല്ലിംഗ്. ഈ രണ്ടിന്റെ ഗ്രാഫും കഴിഞ്ഞ 5 വർഷത്തെ നിങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു തെല്ല് പോലും താഴോട്ടേക്ക് പോയിട്ടില്ല. അത്രയും ഉഗ്രമായിട്ട് മുകളിലോട്ട് മാത്രം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ഗ്രോത്ത് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന 2 ബിസിനസ് സ്ട്രാറ്റജി. ഇത് രണ്ടുമാണ് നമ്മളെ കമ്പനി അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇ-കൊമേഴ്സിൽ 40%, ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഇന്ന് ഇന്ത്യയിൽ ഏതൊരു കമ്പനിയും അല്ലെങ്കിൽ വേൾഡിൽ തന്നെ മറ്റേത് കമ്പനിയും കൊടുക്കുന്നതിനേക്കാളും TP റേറ്റിന്റെ 16% കൊടുത്തുകൊണ്ട് നല്ലൊരു ഇൻകം പ്ലാൻ നമ്മളെ മുന്നിലേക്ക് വെക്കുന്നു.
അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു പരാജയ ഭീതിയോട് കൂടിയിട്ട് അവരൊക്കെ പറയുന്ന നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ആദ്യ കാലങ്ങളിൽ നമ്മുടെ ടീമിലെ ലീഡേഴ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഒരു ലെഗ് നന്നായിട്ട് പോയിട്ടുണ്ടാവും. നമ്മളെ നല്ല നല്ല കോൺടാക്റ്റുകളൊക്കെ ആ ലെഗിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ലീഡർ സപ്പോർട്ടും കൂടി ആയിട്ട് ആ ലെഗ് വളരെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മളെ സെക്കൻഡ് ലെഗ് അല്ലെങ്കിൽ നമ്മുടെ മണി ലെഗ് എന്ന് പറയുന്നത് വളരെ നന്നായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ സമയത്ത് നമ്മളൊന്ന് പരാജയപ്പെട്ടു പോകും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ കുറച്ച് സമയം ഒന്ന് ബിസിനസ് ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചില ആളുകളിലുള്ള ഒരു നെഗറ്റീവ് തോട്ടിന്റെ ഭാഗമായിട്ട് ആ ടീമിനെ മാറ്റി മറ്റൊരു സ്ഥലത്തേക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവന്നിട്ട് നമ്മൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ വലിയ രൂപത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്നില്ല. ഈ സാധ്യതകൾ കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് നമ്മളെ കമ്പനി കൊണ്ടുവന്നിരിക്കുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്ലാനാണ് ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. നമ്മൾ റെഫർ ചെയ്ത ആള് നമ്മൾ ഏത് സൈഡിലായപ്പോലും, അത് നമ്മളെ പവർ സൈഡിലായാലും നമ്മളെ വീക്കർ സൈഡിലായാലും മണി സൈഡിലും ഈച്ച് ആൻഡ് എവരി സൈഡിന് വൺ സൈഡിലായാൽ പോലും നമുക്ക് വരുമാനം തരുന്നു 15%. ഇതുകൊണ്ടുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ എത്ര നന്നായിട്ട് ബിസിനസ് ചെയ്താലും എനിക്ക് ഈ കമ്പനിയുടെ ബൈനറിയിലൂടെ വെറും 1,00,000 രൂപ മാത്രമാണ് ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുക. എന്നാൽ ഞാൻ നന്നായിട്ട് വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു 10-20 പേരെ എന്റെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അവരെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെല്ലാവരും കൊണ്ട് നമ്മൾ ഓരോ 1,00,000 രൂപ വരുമാനം വാങ്ങിപ്പിക്കുകയാണെങ്കിൽ 10 പേര് നമ്മളെടുത്ത് നിന്ന് വന്നിട്ട് 10 പേരെ കൊണ്ട് നമ്മൾ ഓരോ 1,00,000 രൂപ വരുമാനം വാങ്ങിക്കുകയാണെങ്കിൽ 1,50,000 രൂപ നമുക്ക് അതിലൂടെ വരുമാനം കിട്ടും. ഒരു 20 പേരൊക്കെ വരികയാണെങ്കിൽ 2 ലക്ഷം അല്ല 3 ലക്ഷം രൂപ നമുക്ക് അതിലൂടെ വരുമാനം കിട്ടും. പക്ഷെ ആ സമയത്തും നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന ബൈനറി ഇൻകം എന്ന് പറയുന്നത് 1 lakhൽ സീലിംഗ് ആയിരിക്കും. അവിടെ നമുക്ക് നമ്മളെ കൊണ്ടുവന്ന ആളിൽ നിന്നും ഇത്രയധികം വരുമാനം നമുക്ക് കിട്ടുന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മളെ ഇൻകത്തിന് കോട്ടം തട്ടുന്ന ഒരു പ്രവണതയും നമ്മുടെ ലീഡേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ അതിനുള്ള സാധ്യതയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മളെ കമ്പനി വളരെ നന്നായിട്ട് അതിനെ പാക്ക് ചെയ്തിരിക്കുന്നു. അടുത്തത് റീപർച്ചേസിംഗ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റു പല കമ്പനികളും റീപർച്ചേസിംഗിൽ നമുക്ക് ചെറിയ 1-2 ലെവലിൽ നിന്ന് ചെറിയ വരുമാനങ്ങൾ തന്നു പോകുമ്പോൾ പിരമിഡ് പോലെയുള്ള അമേരിക്കൻ ബൈനറി യൂസ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ബിസിനസ് സ്ട്രാറ്റജിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നത് 7ാമത്തെ ലെവലിൽ നിന്നാണ്. ഒരു ഏറ്റവും നന്നായിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തു പോകുന്ന ഒരാൾക്ക് 7ാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1 lakh എങ്കിലും ആളുകൾ ഉണ്ടാവും. ആ 1 lakh ആളുകൾ റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ നേരത്തെ പ്ലാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് 3 മാസത്തിൽ ഒരിക്കലാണ് കമ്പൽസറി റീപർച്ചേസ് എന്ന്. പക്ഷെ നമ്മൾ റീപർച്ചേസിംഗ് ശൃംഖലയിൽ വരുന്ന പ്രോഡക്റ്റുകളെ നിങ്ങൾ തൊട്ടറിഞ്ഞാൽ മാസത്തിൽ ഒരിക്കലല്ല, ഒരുപക്ഷെ എല്ലാ ദിവസവും റീപർച്ചേസിംഗ് നടക്കുന്ന രൂപത്തിൽ അത്രയും അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മളെ റീപർച്ചേസിംഗ് ശൃംഖലയിൽ അണിനിരക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആൽക്കലൈൻ വാട്ടർ അല്ലെങ്കിൽ ഹൈഡ്രജൻ വാട്ടർ ബോട്ടിൽ. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഫെയർനെസ് പാക്ക്, അതേപോലെ തന്നെ എയർ പ്യൂരിഫയർ ആയിട്ടുള്ള മിനി എയർ പ്യൂരിഫയർ തുടങ്ങി ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമ്മളെ റീപർച്ചേസിംഗ് ശൃംഖലയിലേക്ക് അണിനിരക്കാൻ പോവുക. ഇതൊക്കെ ആളുകൾ ദിവസം എന്നോണം പർച്ചേസ് ചെയ്യാൻ പോവാണ്. 3 മാസത്തിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. മാസത്തിൽ 1 എന്നുള്ള രൂപത്തിൽ പർച്ചേസ് ചെയ്താൽ പോലും 7ാമത്തെ ലെവലിൽ നിന്ന് 15% കിട്ടുന്ന ഒരു ലെവലിൽ നിന്ന് ഒരാൾ റീപർച്ചേസ് ചെയ്താൽ പോലും നമുക്ക് 330-ലധികം രൂപ ലഭിക്കുന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, 330 രൂപ കിട്ടുന്ന സമയത്ത് ടോട്ടൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 59%, ഒരു പ്രൊഡക്റ്റിന്റെ 59% റീപർച്ചേസിംഗിലൂടെ കമ്പനി നമുക്ക് തിരിച്ചു തരാൻ. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, അൺലിമിറ്റഡ് ആയിട്ട് 59% മന്ത്ലി തരാൻ ഈ കമ്പനിക്ക് പറ്റുമോ എന്നുള്ളത്. കാരണം നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ഇന്ന് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള മാർക്കറ്റിംഗ് രീതികളിൽ ഇപ്പം വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നോളജിയാണ് അല്ലെങ്കിൽ സിസ്റ്റമാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കാം. നമ്മളൊരു പാനാസോണിക്കിന്റെ TV നമ്മളൊരു മൈജിയിൽ പോയിട്ട് വാങ്ങുകയാണെങ്കിൽ 10,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ പാനാസോണിക് എന്ന് പറയുന്ന കമ്പനിക്ക് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റും പ്രോഫിറ്റും കൂടെ ഏകദേശം 3,000 മുതൽ 3,500 രൂപ വരെ വരുന്നുണ്ടാവും. ബാക്കി അതിന്റെ ഇടയിൽ വരുന്ന പരസ്യക്കാർക്കും ഇടനിലക്കാർക്കും വീതിച്ചു കൊടുക്കുന്ന ആ പെർസെന്റേജ് നിങ്ങളൊന്ന് വെറുതെ ഒന്ന് അനുമാനിച്ചു നോക്കിയാൽ മതി. 65 മുതൽ 70% വരെ കൊടുത്തിട്ടാണ് ഇന്ന് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഏറ്റവും സക്സസ് ആയിട്ട് പല കമ്പനികളും ബിസിനസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമുക്കറിയാം ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മറ്റ് യാതൊരു രൂപത്തിലെ ചെലവുകൾ ഇല്ലാതിരിക്കെ ഈ മാർക്കറ്റിംഗിന് വേണ്ടിയിട്ട് ട്രഡീഷണൽ കമ്പനികൾ മാറ്റിവെക്കുന്ന ഈ ഒരു ഫണ്ടിങ്ങിന്റെ
70% മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ 59% മാത്രമേ 59% മാത്രമേ റീപർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ കമ്പനി ഒരു പ്രൊഡക്റ്റിന്റെ മാറ്റി വെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് തരാൻ പറ്റും. യാതൊരു സംശയവും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വേണ്ട. വളരെ നന്നായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം വരാൻ പോകുന്നത് റീപർച്ചേസിങ്ങിലൂടെ ആയിരിക്കും. വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ടീം ബിൽഡിങ്ങിനായിരിക്കണം, കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനായിരിക്കണം. വെറും ബേസിക് പാക്കേജ് കൊടുത്തുകൊണ്ട് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. നമ്മളെ കേരള ടീം ഫോളോ ചെയ്തു വരുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ബോർഡ് സിസ്റ്റം ഉണ്ട്. ആ ഒരു ബോർഡ് സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം മറ്റ് നെറ്റ്വർക്കിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ബോർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ ഏറ്റവും നന്നായിട്ട് നമുക്ക് റഫർ ചെയ്യാൻ പറ്റുന്ന ഒരു 10 പേരെ മാത്രം നമ്മൾ ഈ ഒരു ടീമിലേക്ക് റഫർ ചെയ്തുകൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് വരുന്ന ഒരു സിസ്റ്റം. ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ടീമിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റീനെ ബിൽഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ആ കമ്മ്യൂണിറ്റി നമുക്ക് കുറച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരാൻ പോകുന്ന ഇൻകം എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇൻകാണ്, അസാധ്യമായിട്ടുള്ള ഒരു ഇൻകാണ്. നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് വരുന്ന ഒരു ഇൻകാണ്. അതൊക്കെ കാൽക്കുലേഷനിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഒരു സെക്കൻഡ് പോലും വീട്ടിലിരിക്കില്ല. അത്രയും വലിയൊരു ഇൻകാണ് നമുക്ക് തരാൻ പോകുന്നത്. എന്തായാലും സമയം ഒരുപാട് വൈകിയത് കാരണം ഞാൻ എൻ്റെ ഈ ഒരു ചെറിയൊരു ഭാഷണം ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ജഗദീശ്വരൻ നല്ല രൂപത്തിലേക്ക് ഈ ഒരു ബിസിനസ് മനസ്സിലാക്കാനും ചെയ്യാനും വിജയിക്കാനുമുള്ള അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഫ്ലൈ വെൽനസ്. താങ്ക് യു റൈസർ, താങ്കളുടെ വിലയേറിയ വാക്കുകൾക്ക്. അടുത്തതായി നമുക്ക് വോട്ട് ഓഫ് താങ്ക്സ് ആണ്. കുറ്റ്യാടി സ്വദേശിയും ഫ്ലൈ ഫാൽക്കൺ ക്രൂവിന്റെ സജീവ സാന്നിധ്യവുമായ ബഷീർ സാറാണ് നമ്മളോട് വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി നമ്മളുടെ മുന്നിൽ എത്തുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു. കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ. ഇന്ന് ഇത്രയും സമയം വളരെ ഫാസ്റ്റായി ഈ മീറ്റിംഗ് കൺട്രോൾ ചെയ്ത നിയന്ത്രിച്ച ടീച്ചർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ പ്രൊഡക്റ്റ് വളരെ വിശദമായി ആധികാരികമായി തന്നെ നമ്മോട് വിശദീകരിച്ച് അതിൻ്റെ ഉപയോഗിക്കേണ്ട രീതികളെ പറ്റി വളരെ വ്യക്തമായി നമുക്ക് ബോധ്യമുണ്ടാക്കി തന്ന മജീദ് വൈദ്യർ അവർക്കും, അതുപോലെ പ്ലാന് നമ്മുടെ ഇന്ന് ഇന്ത്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഡയറക്ട് സെല്ലിങ്ങിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടാക്കി തന്ന പ്ലാൻ അവതരണത്തിലൂടെ നമുക്ക് ഈ ബിസിനസിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കി തന്ന സെയ്ദ് ഫലായി അവർക്കും, അതുപോലെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഈ നമ്മുടെ ഫ്ലൈ വെൽനസിൻ്റെ വ്യത്യസ്തത എന്താണ് എന്നും അതിലൂടെ നമുക്ക് കയറിയാൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരാമെന്നും വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്ന റഹീസ് പയ്യോളി സാറിനും അതുപോലെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.